നീ കൊറേച്ചൊക്കെ തുറന്നു വിടേ, ഇങ്ങനൊക്കെ നീ തുറന്നു വിടുന്നേ, കത്തി പോവും മൊത്തത്തി. എന്തിനാ ഇങ്ങോട്ട് ഇളക്കുന്നത്? അമൽ ചേട്ടാ, ഇത് അടി കരിഞ്ഞാ തിന്നുവോ? ഓ, എന്ന് വെച്ചാ ഇങ്ങനെ ഇളക്കിയത് ഗുളുഗുളുഗുളാവത്തില്ലേ മൊത്തത്തി? ഇല്ല, കഷ്ടമല്ലേ. എന്ത് പറ്റി? അല്ല, അത് പാവല്ലേ. ഇത്ര നേരം കാത്തിരുന്നില്ലേ നമ്മളടുത്ത്? ഞാൻ അതിനോട് പറഞ്ഞു പോവരുത്, മീനച്ചാറൊക്കെ ഉണ്ട് ഇവിടെ വെയിറ്റിംഗ് ചെയ്യാൻ. ഓ, അതെ, വാലാട്ടിക്കൊണ്ട് നിക്കുന്നു. ഇപ്പൊ ഓക്കെ, അങ്ങോട്ട് പോരുത്. ചോറുണ്ട്, കൊണ്ടാട്ടമുണ്ട്, മുട്ട വറുത്തത്, മീനച്ചാറ്, ചമ്മന്തി. ചമ്മന്തി. ഇതിൽ കൂടുതൽ എന്താ വേണം? അതെ, അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് അടിക്കളിയ. ഹായ് ചെങ്കൂട്ടരെ, അങ്ങനെ ഞങ്ങള് വന്ന് തമിഴ്നാട് ഏറ്റവും മുകളിൽ എത്തിയിരിക്കുവാണ്. ആന്ധ്രാപ്രദേശാണ് ഇനി അങ്ങോട്ട് കേട്ടോ. ആന്ധ്രാപ്രദേശാണ് ഇനി അങ്ങോട്ട്. നമ്മൾ നിൽക്കുന്നത് ഉള്ളൂർ ഇല്ലേ? എങ്ങനെ സ്ഥലപ്പേര്? തിരുവള്ളൂർ. ഇവിടെ സിറ്റിയുടെ പേരങ്ങ് മറന്നുപോയല്ലേ? സിറ്റിയുടെ പേരെന്തായിരുന്നു? ഇവിടൊക്കെ എഴുതിയിട്ടുണ്ട്, തമിഴിലൊക്കെ എഴുതി വെച്ചേക്കുന്ന. പാവലക്കമോ അങ്ങനെ നമ്മള് സിറ്റിയെ നടുക്ക് വന്നിരിക്കും കേട്ടോ. ഇവിടുത്തെ ഊതുക്കോട്ടെ അതാണ് നമ്മളെ സ്ഥലം കേട്ടോ. ഊതുക്കോട്ടെ. അങ്ങനെ വന്ന് ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങോട്ട് പോകും? ഒരുപാട് AP വണ്ടികൾ കാണുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് ഇത്ര TN ആയിരുന്നു ആദ്യം. നമ്മൾ KL കണ്ടോണ്ടിരുന്നതാണ്, പിന്നെ PI. അങ്ങനെ അകത്തൊരു മാർക്കറ്റാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ ഒരു മാർക്കറ്റാണ് എന്നാണ് പ്രതീക്ഷ. ആന്ധ്രാപ്രദേശ് തന്നെ കേട്ടോ. ഇനി ഉൾഗ്രാമങ്ങൾ അങ്ങോട്ട് ഇനി കാണാൻ കിടക്കുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് പാചകിക്കണ്ടേ? നമ്മൊരു 10 രൂപയ്ക്ക് പച്ചമുളക് മേടിച്ചാലോ? നമുക്ക് അത് മാത്രമേ പറയുന്നത്. ആ കടയിൽ 10 രൂപയ്ക്ക് പച്ചമുളക് കേട്ടോ. നീ പോയിട്ടോ? നീ ചെന്നാ തരുവടി. 10 രൂപയ്ക്ക് തരുമെന്ന് അറിയാൻ മതി. ഇവിടൊക്കെ പെങ്കൊച്ചുകളാകുമ്പോഴത്തേക്ക് എല്ലാം തരും. എല്ലാവരും തരുവരും. ഇന്നലെ തന്നെ ഉണ്ടല്ലേ വണ്ടി പാർക്ക് ചെയ്യാൻ നേരത്ത് സ്ഥലം നീ ഒന്ന് പറയാൻ നേരത്ത് പോയി 10 രൂപയുടെ പച്ചമുളക് മേടിച്ചിട്ടോ. ശരി, ഇഷക്കുട്ടി 10 രൂപയുടെ പച്ചമുളക് മേടിക്കാൻ പോവാണ്. മുട്ട ഓംപ്ലേറ്റും ചോറും. വേറെ എന്തൊക്കെയാ വന്നിട്ട് പറയല്ലേ? ഇവിടെ ചിക്കനൊക്കെ ഉണ്ടോ? തൂക്കിയിട്ട് നമ്മളെ നാട്ടിൽ കോഴിയൊക്കെ തൂക്കിയിടുന്ന കണക്കാ. സോറി, ബീഫും ആടിനെയും തൂക്കിയിടുന്ന കണക്കാ ഇവിടെ കോഴിയെ തൂക്കിയിട്ടേക്കുന്നത് കേട്ടോ. കട്ട് ചെയ്ത് വൃത്തിയാക്കി അവൾ ചെന്ന് എത്ര വേണം അതിനനുസരിച്ച് കട്ട്. 1 കിലോ വേണോ 250 വേണോ അവർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തരും. അങ്ങനെ ആന്ധ്രാപ്രദേശിൽ ഞങ്ങൾ നിൽക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് തിരിച്ച് നമ്മൾ പോവുകയാണ്. നമ്മൾ അടുത്ത ലക്ഷ്യം അടുത്ത് നോക്കി പോവുകയാണ്. അങ്ങനെ ഞാൻ 10 രൂപയ്ക്ക് പച്ചമുളകൊക്കെ മേടിച്ച് വെച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ 10 രൂപയ്ക്കെന്നല്ലേ? നമ്മൾ ട്രാവൽ ചെയ്യല്ലേ. ഞങ്ങള് അവിടുന്ന് കൊണ്ടുവന്ന ഒരു 80% പച്ചക്കറികളും ചീത്തയായി പോയി. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ചെറിയ 10 രൂപയ്ക്കും 15 രൂപയ്ക്കും ഒക്കെ സാധനങ്ങൾ മേടിക്കുന്നത്. അല്ലെ പിന്നെ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന പച്ചമുളക് ഫുള്ള് കംപ്ലീറ്റ് അത് ചീത്തയായി പോയി. പച്ചമുളക് മാത്രമല്ലല്ലോ, വെളുത്തുള്ളി, ഉള്ളി, സവാള, കൊറേ സാധനങ്ങളും ചീത്തയായി പോയി. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഇങ്ങനെയാ മേടിക്കുന്നത്. നല്ല തിരക്കാണെന്നേ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റോഡിൽ കൂടെ നമ്മൾ പോകുന്നത്. അതായത് തമിഴ്നാട് ആന്ധ്രാപ്രദേശിന്റെ ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? ഞങ്ങളെ കഴിഞ്ഞൊരു നമ്മള് വീഡിയോക്കകത്ത് ആദ്യം ഞങ്ങള് കർണാടക എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. കർണാടക എന്ന് പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മള് തമിഴ്നാട് കഴിഞ്ഞാൽ കർണാടക എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ആന്ധ്ര എന്നുള്ള ചിന്ത വന്നില്ല കേട്ടോ. അങ്ങനെയുള്ള ആന്ധ്രാപ്രദേശിലോട്ട് കടക്കുന്നില്ല. അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ ജസ്റ്റ് കറങ്ങി തിരിച്ചു പോകും. അടുത്ത ജില്ലയിലോട്ട്, തമിഴ്നാട് അടുത്ത ജില്ലയിലോട്ട് പോകല്ലേ? അടുത്ത ജില്ല അറിയോ വിനീഷ? നോക്കണമല്ലേ? ഇവിടെ വരെയുള്ള കാര്യങ്ങൾ. കൂടല്ലൂർ കഴിഞ്ഞായിരുന്നു നമ്മളല്ലേ? ഡിണ്ടിഗലാണെന്നാണ് എന്റെ ഒരു നിഗമനം. അടിപൊളി. ആ കാര്യത്തിൽ തീരുമാനമായി. അന്നേരം നമുക്ക് എവിടെങ്കിലും നല്ല സ്പോട്ട് നോക്കി ഒന്ന് പാചകിക്കണം. എവിടെയെങ്കിലും ഇച്ചിരി ഒതുങ്ങിയ ഒരു സ്പോട്ടിൽ പോയിട്ട് പാചകിക്കണം. എന്നാൽ ഇന്നത്തെ പാചക വീഡിയോ ഒക്കെ ആയിരിക്കും നമ്മളെ ചാനലിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അന്നേരം തമിഴ്നാട് ആന്ധ്ര ചെക്ക് പോസ്റ്റാ കേട്ടോ. ചെക്ക് പോസ്റ്റിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, ഇതൊരു ചെക്ക് പോസ്റ്റ് കേട്ടോ. അടുത്ത നമ്മൾ എങ്ങോട്ടാ പോകുന്നത് വിനീഷ? റാണിപ്പേട്ട തമിഴ്നാട് അടുത്തൊരു ഡിസ്ട്രിക്ട് ജില്ലയാണ് റാണിപ്പേട്ടോട്ട് പോകാൻ പോവുകയാണ് അല്ലേ? യാ. അങ്ങനെ തമിഴ്നാട് ഏറ്റവും മുകളിൽ എത്തിയ സന്തോഷ നിമിഷങ്ങൾ നമ്മൾ പങ്കുവെക്കുകയാണ്. ഒരു ക്ലാപ്പ് കൊടുത്താലോ? കൊടുത്തോ. എനിക്ക് കയ്യിൽ നിന്ന് ഫോൺ പോവാ.
ഫ്രണ്ട് ക്യാമറ എടുത്തേ. ആ ചിരി ഒന്ന് ചിരിക്കടി, വെക്ക് നല്ല അടി. അങ്ങനെ ഞങ്ങൾ തമിഴ്നാടിന്റെ തലപ്പത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നടുക്കുപടി അല്ലെങ്കിൽ ഇങ്ങനെ വെടി, നിന്നെയും കൂടെ കിട്ടണ്ടേ. അടിപൊളി. ഇനി നമ്മള് റാണിപ്പേട്ട് എന്ന സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ്. അവിടുത്തെ കാഴ്ചകൾ എന്താ അറിയാൻ വയ്യ. പക്ഷെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, പാചകം ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. രാവിലെ ചായ ഒരു വടയും കഴിച്ചു കേട്ടോ. സോറി കേട്ടോ. അയ്യോ അത് ഭയങ്കര തേപ്പായി പോയി. 4 വട 2 ചായ. സാധാരണ ഞങ്ങള് കേറിയാൽ അങ്ങനെ വടയൊന്നും കഴിക്കാത്തേ അല്ലേ? അതെ അതെ അതെ. ഞങ്ങൾ ഇന്ന് വിചാരിച്ചു വട കഴിക്കാന്ന് വിചാരിച്ചു. ആദ്യം 2 വട എടുത്തു ഞങ്ങള്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വടയും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു, കഴിച്ചു. ബില്ല് വന്നപ്പോ 100 രൂപ. ഒരു വടയ്ക്ക് അവിടെ 15 രൂപ. അങ്ങനെ 6 വടയപ്പോ 30 രൂപ. ഒരു ചായക്ക് അല്ല സോറി 4 വടയ്ക്ക് 60 രൂപ. എന്താ ചായക്ക് 20 രൂപ. സോ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചായയാണ് ഇന്ന് ഞങ്ങൾ കുടിച്ചത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഭക്ഷണം എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്മന്തി അരയ്ക്കാനായിട്ട് സേട്ടാ എന്തോ സേട്ടാ തേങ്ങ തിരുമുകയാണ് ചിരവുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മളിവിടെ തേങ്ങ ചിരവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അരി ഇവിടെ എടുത്തു വെച്ചു, ഇട്ടില്ല. മുട്ട പൊരിക്കണം, സമ്മന്തി, അച്ചാറും പോരെ. അതെ, വെപ്പൺ കേട്ടോ. ഞങ്ങളെ വെപ്പൺ ഇതാണ് കേട്ടോ, തേങ്ങ ചിരവുള്ള വെപ്പൺ. പിന്നെ തേങ്ങ ചമ്മന്തി ആക്കുന്നൊരു വേറെ ടൂൾസ് ഉണ്ട്, കാണിച്ചിട്ടേ. അത് വഴിയെ എടുക്കുമ്പോ കാണിക്കാം. ഏറ്റവും ആധുനിക സജ്ജീകരണം, വലിയ സംഭവം. നമ്മളിത് ഇങ്ങനെ ഒരു സ്പോട്ടിലാണ് കേട്ടോ വണ്ടി നിർത്തി വീഡിയോ ഒക്കെ എടുക്കുന്നത്. നല്ല സ്ഥലം, എനിക്ക് നല്ല കാറ്റുണ്ട്, നല്ല കാറ്റ്, ഒതുങ്ങിയൊരു സ്ഥലം. അപ്പൊ ചോറ് വെക്കാം അല്ലേ? അതെ അതെ. ഈഷ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്തത് മുട്ട പൊരിക്കാൻ പോവാണോ? അതോ അപ്പുറത്തെ ചോറ് വെന്തോണ്ടിരിക്കുവാണ് കേട്ടോ. അടച്ചു വെച്ച് വേവിക്കും പ്രീഷ, അല്ലെങ്കിൽ അത് ഒരുപാട് ഗ്യാസ് നഷ്ടമല്ലേ ഇത്. ഞാൻ അടച്ചു വെച്ച് വേവിച്ച അത് കഞ്ഞിയായി മാറും. അടുത്ത മുട്ട പൊരിക്കാൻ പോവാണ്. ചമ്മന്തിക്കുള്ള തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ദാണ്ട ചോറ് വെന്തോണ്ടിരിക്കുവാണ്. അതേ നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആക്കിയാൽ മതി. പിന്നെ അതുപോലെ സമ്മന്തിക്കുള്ളത് ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉള്ളി, പച്ചമുളക്, അല്പം മുളക് പൊടി, പിന്നെ ഇച്ചിരി പുളിയും കൂടി ഇടണം. എന്തേ പുളി ഇടാൻ വേണ്ടി പോവാണേ. ഇതെല്ലാം ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. മരിയാസിന്റെ പ്രോഡക്റ്റ്. അത് ഷവർ ജെല്ല്. അത് നമ്മൾ കുളിക്കാൻ നേരം അത് തേച്ചു സോപ്പിന് പകരം ഉപയോഗിക്കുന്നില്ലേ ഷവർ ജെല്ല്? ഇത് തീരാറായിട്ടുണ്ടല്ലേ? അതെ അതെ, താഴെ വന്നു കേട്ടോ. എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും നമ്മള് കുളിക്കുന്ന എന്നാണോ വന്ന്. ഞങ്ങൾ കുളിയൊക്കെ 2 ദിവസം കൂടുമ്പോഴൊക്കെ കുളിയുള്ളൂ, 2-3 ദിവസം അല്ലേ? ഇത് ഉപയോഗിച്ചാ കുളിക്കുന്നല്ലേ? അതെ, ഞാൻ അതിട്ടാ കുളിക്കുന്നത്. നമുക്ക് സോപ്പൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അടുത്തൊക്കെ ഇരിക്കുമല്ലേ. ഇതെന്താണ് ഐറ്റം? അത് തല പെരട്ടുന്ന നല്ല സ്പ്രേ ചെയ്യുന്ന മരിയാസിന്റെ റോസ്മേരി വാട്ടർ. ഓക്കേ, ഇത് നല്ല മുടി വളർച്ച ഉണ്ടാവാനുള്ളതാണോ? നമ്മുടെ കൊഴിച്ചിലൊക്കെ നിക്കും അങ്ങനെ. റോസ്മേരി വാട്ടർ കേട്ടോ. നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ അവരെ കോൺടാക്ട് നമ്പർ. നീ മറിയാസിന്റെ കൂടുതൽ ഉപയോഗിക്കുന്നില്ലേ? ഞാൻ എല്ലാ പ്രോഡക്ട്സും ഒരു 80% മറിയാസിന്റെ പ്രോഡക്ട്സ് യൂസ് ഉപയോഗിക്കുന്നില്ലേ? ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം അവരെ കോൺടാക്ട് നമ്പർ വെക്കാം. പിന്നെ അവർ വെബ്സൈറ്റിൽ കിട്ടും, അതുകൂടാതെ ആമസോണിലും കിട്ടും അല്ലേ? മറിയാസിന്റെ അല്ലേ? ആമസോൺ ത്രൂ ഒക്കെ പർച്ചേസ് ചെയ്യാം. കുറെ മേടിച്ചതിന്റെ ആണ്ടതാ അവരെ സഞ്ചിയിൽ എപ്പോൾ പ്രോഡക്റ്റ് ഇട്ടുണ്ട് നടക്കുന്നത്. മസാലയും കൂട്ടൊക്കെ കുറെ മേടിച്ചായിരുന്നു. അന്നേരം നമ്മൾ പാചകം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുട്ട ഓംലെറ്റ് അടിക്കണം. ചോറ് വെന്ത് വേവാറായില്ലേ? അതെ. അടുത്ത മിഷൻ എടുക്കുമെന്നോ? ചമ്മന്തി മിഷൻ. അതെ അതെ, ഇതാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ എടുക്കുന്ന സാധനം മിഷൻ അല്ലേ? നമ്മള് നാട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വന്നേ. അരയ്ക്കാൻ പോവല്ലേ? അല്ല, ഇതൊന്ന് കഴുകണം അല്ലേ? അപ്പൊ ഞാന് സമ്മന്തി അരയ്ക്കാൻ വേണ്ടി പോവാണ്. ഇടിച്ചാണ് നമ്മള് സമ്മന്തി അരയ്ക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഇപ്പൊ ഉള്ളി, പച്ചമുളകും ഇച്ചിരി പുളി ഇട്ട് ചതച്ചു വെച്ചു. ഇനി നമുക്ക് തേങ്ങ എടുത്തിടാം. ചമ്മന്തി ഉണ്ട്, പപ്പടം ഉണ്ട്. ഒന്ന് പപ്പടം മറക്കാം. വേണ്ട, പപ്പടം വേണ്ട. നമുക്ക് അച്ചാറും കിട്ടാം. മീനച്ചാറുണ്ട്, കൊണ്ടാട്ടം ഉണ്ട്, ചമ്മന്തി ഉണ്ട്. പോരെ? ഇത്രയും മതി. ഇടിക്കുന്ന സാധനം ഞാൻ എടുത്ത് മാറ്റാതെയും. അത് ഞാൻ ഇട്ടു. എന്നിട്ട്
അത് ഇടിക്കുന്നതിന് മുന്നേ ചോറൊന്ന് നോക്കണം, ഇല്ലെങ്കിൽ ചോറ് വെന്ത് പോകും. ചമ്മന്തി ഇടിക്കാൻ വേണ്ടി പോവാണേ. അയ്യോ പതുക്കെ ഇടി, കൈ ഒന്ന് റൗണ്ടിന് ഇടി, അല്ലെങ്കിൽ ചമ്മന്തി മൊത്തം താഴെ പോവും. ഓക്കേ, ഇങ്ങനെയൊക്കെ പറ്റൂ. നമ്മളിങ്ങനെ ഒരു ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോഴേ നമ്മളെ വീട് പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ചെന്നൈ കഴിഞ്ഞു, തിരുവല്ലൂർ കഴിഞ്ഞു, റാണിപ്പേട്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അതാണ് സന്തോഷ വാർത്ത കേട്ടോ. നമ്മളെ വണ്ടി ഇവിടെ കിടക്കുവാണ്, വണ്ടി ഫുള്ള് പൊടി പിടിച്ച് ഒരു പരിവായിരിക്കും കേട്ടോ. ബിനീഷേ, എന്തോ ചമ്മന്തി അരപ്പ്? ഒന്നും തുടങ്ങിയുള്ളൂ. അന്നേരം ഓരോന്ന് കഴിക്കുന്നതൊക്കെ കാണിച്ചില്ല. അടുത്ത മുട്ടയിൽ വറക്കാൻ പോന്നേ. മുട്ട വറക്കണം. ചോറ് കഴിച്ചില്ലേ? ചോറ് എന്തോ ഇവിടെ വണ്ടികളിൽ കയറ്റി വെച്ച് കഴിഞ്ഞു. നമുക്ക് വണ്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലം ഇപ്പൊ അതേ ഉള്ളു കേട്ടോ. അവിടെ ഇരിക്കുന്ന സ്ഥലം, അവിടെ മാത്രമുള്ള സ്ഥലം. അടുത്ത് നമ്മൾ മുട്ട വരിക്കാൻ പോവല്ലേ? അന്നേരം ചമ്മന്തി അരച്ച് കഴിഞ്ഞില്ലേ? ചമ്മന്തി ഇടിച്ചു, ഈ പാത്രത്തിലോട്ട് ആക്കണം. ഇനി ആ പാത്രത്തിലാക്കണം. വൈകിട്ട് എന്തായിരിക്കും പരിപാടി? വൈകിട്ടൊന്നുമില്ലല്ലേ? നമ്മൾ റാണിപ്പേട്ട് ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻസ് നോക്കിയിട്ടല്ലേ. നമ്മൾ എന്തായാലും 1 മണിക്കൂർ ആവത്തില്ലേ അവിടെ ചെല്ലാൻ? ഒന്നല്ല, അത് കൂടുതലെടുക്കും. അപ്പൊ എന്തായാലും ലേറ്റ് ആവും. ഇനി ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ലേറ്റ് ആവും. പിന്നെ നാളെ എന്തേലും എടുക്കാൻ പറ്റത്തുള്ളൂ. കത്തിക്ക് പാലെന്ത് ചെയ്യാം? പാലെടുത്തോ? നീ കുറേച്ചൊക്കെ തുറന്നു വിടേ. ഇങ്ങനൊക്കെ നീയാണ് തുറന്നു വിടുന്നേ. കത്തി പോവും മൊത്തത്തി. ആണോ? അതെങ്ങനെയാ ഫുള്ള് തുറന്നു വിട്ടിട്ടല്ലേ അങ്ങ് കത്തിക്കുന്നേ? അത് ഇച്ചിരി ലൈറ്റർ അകത്തി പിടിച്ച് കത്തിയിര്. എന്തിനാ അത്ര അടുത്ത് പിടിക്കുന്നേ? ഒന്നും ഉണ്ടായില്ല. നിന്നെ കത്തുവടാ. അങ്ങനെ തട്ടിക്കണ്ട. അത്രയും തട്ടിക്കണ്ട. തുറക്ക്. ഇങ്ങനെ യാത്രയില്ലെങ്കിൽ ഒരു പണ്ടേ നമ്മൾ അരിയും കൂട്ടനെ കളിക്കുമായിരുന്നില്ലേ? അതേ കണക്കിപ്പോ അല്ലേ? എന്ത് രസമാണ് ഇതൊക്കെ. സത്യം പറഞ്ഞ കുറെ യാത്ര ചെയ്യുമ്പോഴേ നമുക്കിത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അന്നേരം അടുത്ത മുട്ട പൊരിക്കാൻ പോവാണോ? എണ്ണ ഒഴിച്ചില്ലേ? ഓക്കെ. ഫാൻ ചൂടായോ? ഫാൻ ചൂടായിരുന്നു. എന്നാ ഒഴിച്ചു നോക്കിക്കണ്ട. തീ അങ്ങ് കെട്ടുപോയായിരുന്നേ. ആഹാ, അതെന്താ കാരണം? കാറ്റ്, ഭയങ്കര കാറ്റാ. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കാറ്റാ. ഇതിപ്പോ ഞാനൊരു 2-3 തവണ എങ്ങാണ്ടായി ഇത് കത്തിക്കാൻ തുടങ്ങിയിട്ട്. അതിശക്തമായ അങ്ങനെ ഇതാ സുഹൃത്തുക്കളെ, ഞാൻ മുട്ട പൊരിക്കാൻ. ഉപ്പൊക്കെ ഇട്ടായിരുന്നോ? ഉപ്പൊക്കെ ഇട്ടായിരുന്നു. കൂടുതലാണെന്നാ തോന്നുന്നേ. അല്ല, ഞാൻ പറഞ്ഞു. ഒറ്റ ഇതായിട്ട് അങ്ങ് ഇടുക. കാരണം നമുക്ക് സമയവും ഇല്ല ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ടേ. എന്നിട്ട് ഇനി നമുക്ക് കഴിക്കുന്ന കാണിക്കല്ലേ? കഴിക്കുന്ന കാണാം. എന്തിനിങ്ങനെ ഇളക്കുന്നത്? അമൽ ചേട്ടാ, ഇത് അടി കരിഞ്ഞാ തിന്നുവോ? ഇളക്കിയത് ഇല്ല, നടങ്ങി അവിടെ ഇരിക്കെ. വില അറിയാവോ? നീ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാചകമൊക്കെ അത്യാവശ്യം എനിക്കും അറിയാം. അത് ഞാൻ കാണുന്നുണ്ട്. അന്നേരം നമ്മളെ ചോറെല്ലാം റെഡി ആയില്ലേ? യെസ്, ഓഫ് കോഴ്സ്. നിങ്ങൾ വിളമ്പുകയാണ്. പാചകമൊക്കെ എല്ലാം കഴിഞ്ഞു. നമുക്ക് ആ പട്ടിക്ക് ചോറ് കൊടുത്താലോ? ആദ്യമേ കൊടുക്കാല്ലേ? ചമ്മന്തി ചതയനുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. എന്റെ ആരോഗ്യത്തിന് പറ്റുന്ന പോലെ ഞാൻ ചതച്ചു. മതിയോ? കുറച്ചുകൂടെ വെക്ക്. ഓക്കെ, മതിയോ? മതി. നന്ദി വേണം. നന്ദി സാലറി ആയിട്ട് തന്നാ മതി. അടുത്തെന്താ? മുട്ട പൊരിച്ചത്. എത്ര മുട്ട എടുത്തത്? 3 മുട്ട. 3 എടുത്തായിരുന്നില്ലേ? കുഴപ്പമില്ല. മതിയോ? മതി. മുട്ടയായി. ഇനി എന്താ ഉണ്ട്? ഇനി അച്ചാറുണ്ട്, പക്ഷെ അത് എടുക്കാൻ കുറച്ച് പാടാണ്. അടുത്ത അച്ചാറ് മതിയെങ്കിൽ പറയണേ. മതിയോ? നീ ഉണ്ട് കുറച്ച് ജില്ലകളിൽ പോവാൻ. അതെ, മതിയോ? മതി. ഓക്കേ, റെഡി. അവിടെ വെക്ക്. ഒരു കാര്യം, നീ ആദ്യം ഇച്ചിരി ചോറെടുത്ത് ആ പട്ടിക്കൂടെ കൊടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യും.
വേറെ പാത്രത്തിൽ കുഴ. അത് പറഞ്ഞ് കേട്ട് കേട്ടോ, അത് വരുന്നു. നാടൻ പട്ടി അത് ഒരുപാട് കഴിക്കത്തൊന്നുമില്ല. മതിയല്ലേ? മതി. ചമ്മന്തി വേണമെങ്കിൽ വെച്ച് എടുത്തിട്ടോ, എന്നിട്ട് ഞെവടി കൊടു. മീനച്ചാറും കൂട്ടിയാ കൊടുക്കുന്നത് പട്ടിക്ക് ചോറ്. കഷ്ടമല്ലേ? എന്ത് പറ്റി? അല്ല അത് പാവല്ലേ, ഇത്ര നേരം കാത്തിരുന്നില്ലേ നമ്മളടുത്ത്? ഞാൻ അതിനോട് പറഞ്ഞു പോവരുത്, മീനച്ചാറൊക്കെ ഉണ്ട് ഇവിടെ വെയിറ്റിംഗ് ചെയ്യാൻ. ഇതെങ്ങാണം തിന്നാതെ പോയ ആ പട്ടീനെ ഇന്ന് ഞാൻ അടിച്ചു പോയി. എന്നാ കാറ്റോടെ അൺഹൊറിബിൾ കാറ്റാ, അൺസഹിക്കും. ഞാൻ പേപ്പർ എടുത്തോ, ഒരു കൈ ഇടത്ത് കൈ ഉണ്ട്, എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ചോറ് ഞാൻ ചോറ് എടുത്തിട്ട് ഓ അതെ വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നു. ഇപ്പൊ ഓക്കെ അങ്ങോട്ട് പോരുത്. എന്നിട്ട് അത് കഴിക്കട്ടെ. ചൂടുണ്ടോ? വലിയ ഇല്ലല്ലോ, ഒരു ചൂടും ഇല്ല, അത് കഴിച്ചോളൂ. കുഴപ്പമില്ല അല്ലേ? ഞാൻ കൈ കഴിയട്ടെ. കഴിച്ചോ കഴിക്കാൻ തുടങ്ങിക്കോ. ഫോൺ പിടിച്ചോ. അന്നേരം ഞാൻ കൈ ഒന്ന് കഴിവാം. നേരത്തെ ഒന്ന് കഴുകിയതാണ്, ഒന്നുകൂടെ കഴുകാവുന്നേ ഉള്ളൂ. ഒരു പേരിന്, എന്നാലൊരു മനസ്സിന് തൃപ്തി എടുത്തു. നേരം കഴിക്കട്ടെ. ഇരുന്നോളൂ. ആയിക്കോളൂ. ആശ്രിതനാകൂ. അവിടെ ആശ്രിതനാകൂ, അല്ല ആസനസ്ഥനാകൂ. ആസനസ്ഥനായിരുന്നില്ലേ? ചോറുണ്ട്, കൊണ്ടാട്ടമുണ്ട്, മുട്ട വറുത്തത്, മീനച്ചാറ്, ചമ്മന്തി. ചമ്മന്തി. ഇതിൽ കൂടുതൽ എന്താ വേണം? അതെ, അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് അടിക്കളിയ. ഇപ്പം പറയാം ഉപ്പുണ്ടോ ഇല്ലയോ? അയ്യോ, കൊള്ളാവോ? താങ്ക് യു. എനിക്ക് ചോറ് എടുക്കട്ടെ? അവിടെ വെക്കാവോ ഒന്ന്?